10th മുതൽ കവിതകൾ എഴുതാൻ തുടങ്ങിയതാണ്. കവിതകൾ എഴുതി ഈണം കൊടുക്കാറുണ്ട്. വേണമെങ്കിൽ ഞാൻ റബ്ബറിനെ കുറിച്ചുള്ള കവിത ഒന്ന് ചൊല്ലാം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു ഓടുന്ന കാറിൻ ചാരിന് ചുറ്റും റബ്ബർ. എന്നെങ്കിലും അത് പുറം ലോകം അറിഞ്ഞു കാണണം. ഒരു സിനിമയിൽ ഞാൻ എഴുതിയൊരു പാട്ട് വരണം, ഞാൻ എഴുതി മ്യൂസിക് ചെയ്തൊരു പാട്ട് വരണം എന്ന് 10 വർഷത്തോളം ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു റാപ്പറായിട്ട് ചില റാപ്പ് സോങ്സ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ റാപ്പറായിട്ട് വരണം എന്ന് ആഗ്രഹം. അങ്ങനെ പ്രൊഫൈൽ ഏത് ലെവലില് ഏതറ്റം വരെ ബിൽഡ് ചെയ്യാം, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റോഡിയോ റീച്ച് ഒക്കെ പോലെ നല്ല ഫേമസ് റാപ്പേഴ്സിന്റെ ഒക്കെ സോങ്സ് ഞാൻ ഡെയിലി കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഡ്രീംസ് വളർന്നുകൊണ്ടിരിക്കും. 1-2 ടീംസ് ഒക്കെ എന്നെ അപ്രോച്ച് ചെയ്തു ലിറിക്സ് എഴുതാനായിട്ട്. അപ്പൊ ഞാൻ ട്യൂണിനനുസരിച്ച് എഴുതി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഭംഗിയായിട്ട് വരുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. മുമ്പ് മുതൽ എഴുതി തുടങ്ങിയതാണ്. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ടാവില്ല? കളക്ഷൻസ് ഉണ്ട്, പക്ഷെ ആഗ്രഹിച്ച രീതിയിൽ ഞാനൊരു വർക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളുകളായിരിക്കും ആ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ AR റഹ്മാൻ സാറിനെ വരെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. ചെന്നൈ വരെ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മാനേജറായിട്ട് കണക്ട് ആയി.